ഇനി നമ്മൾ പറയാൻ പോകുന്നത് 188 ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് Ind AS 108 എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കമ്പോണൻ്റ് ഓഫ് ദ എൻറ്റിറ്റിയാണ് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ആക്ടിവിറ്റി ഫ്രം വിച്ച് ഇറ്റ് ഏൺസ് റവന്യൂ ആൻഡ് ഇൻകർ എക്സ്പെൻസസ്. എന്നിട്ട് റെഗുലർലി റിവ്യൂ ചെയ്യണം ഓരോ സെഗ്മെൻറ്റും ബൈ എന്നൊരു COD എന്ന് പറഞ്ഞാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ ആൻഡ് ഡിസ്ക്രീറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ സെഗ്മെൻറ്റ്. അതായത് അസറ്റ്, ലയബിലിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസസ്. അങ്ങനെയാണെങ്കിൽ അത് എന്നിട്ട് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റായി മാറി. 108 അതായത് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ്. ഈ സെഗ്മെൻറ്റ്സിൻ്റെ എസ് ബിക്കംസ് 8 അതാണ് 108. ഇപ്പോൾ ഈ 108 എന്താ പ്രത്യേകത? ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് ആകുമ്പോൾ എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് എന്നുള്ളത്. ഇതിൽ ഒരു CODM എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്, ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ. അങ്ങനത്തെ കുറച്ച് ഇൻട്രൊഡക്ഷൻ അതധികം റെലവൻ്റ് അല്ല, വെറുതെ വായിക്കാമെന്ന് മാത്രം. അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ ഈ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് ഈ ഓൾ 6 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ അതിന് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്നുണ്ടാവും. എല്ലാ 6ഉം സാറ്റിസ്ഫൈ ചെയ്യണം. ETC അപ്പോൾ ഇതുണ്ട് ETC DRP. ETC PRP ആണ്. ഈ PRPയുടെ ഉണ്ട്. ETC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഫോർ എക്സാമ്പിൾ ഗ്രോസ് മാർജിൻ എല്ലാ പ്രൊഡക്ഷനും സെയിം ആണെങ്കിൽ ലേസ്, കുറുക്കർ ഇതൊക്കെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് കോമൺ ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് സെയിം ആണ്. ഫോർ എക്സാമ്പിൾ ലേസ്, കുറുക്കറയുടെ സിഗരറ്റിൻ്റെ വേറെ. അപ്പോൾ സിഗരറ്റും ലേസും കുറുക്കറയും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല, ലേസും കുറുക്കറയും ഗ്രൂപ്പ് ചെയ്യാം. നേച്ചർ ഓഫ് ദ പ്രൊഡക്ട്സ് അതാ പറഞ്ഞു. ഒരെണ്ണം ചിപ്സും ഒരെണ്ണം സിഗരറ്റും ഓയിൽ അതെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ETC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ്, TC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ്, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ ഓഫ് ദ പ്രൊഡക്ട്സ്, അടുത്തത് നേച്ചർ ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്, പിന്നെ അടുത്ത നേച്ചർ ഓഫ് റെഗുലേറ്ററി എൻവയൺമെൻറ്റ്. ഈ എല്ലാ 6 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് 1 പ്ലസ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് 2 ഇത് രണ്ടും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, എന്നിട്ട് റിപ്പോർട്ട് ചെയ്യാം. അതാണ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തതുണ്ട് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ്. എന്തൊക്കെ സെഗ്മെൻറ്റ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, ഇതിന് എനി 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, ഓൾ 6 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തിനാ? ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് കോമൺ സെഗ്മെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ. ഇവിടെ ഏതൊക്കെ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം, അതിന് എനി 3 കണ്ടീഷൻ എന്നിട്ട് സെഗ്മെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റവന്യൂ പ്ലസ് ഇൻറ്റേർണൽ റവന്യൂ. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10% ഓഫ് ദ കമ്പൈൻഡ് റവന്യൂ എന്ന് പറയുമ്പോൾ വീണ്ടും എക്സ്റ്റേണൽ റവന്യൂ പ്ലസ് ഇൻറ്റേർണൽ റവന്യൂ അതിനേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇത് റിപ്പോർട്ട് ചെയ്യാം. ഈ സെഗ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യാം. വിച്ച് സെഗ്മെൻറ്റ്സ് എക്സീഡ് 10%. അടുത്തത് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഗ്രേറ്റർ ദാൻ 10% ഓഫ് കമ്പൈൻഡ് റിസൾട്ട്. ഇവിടെ ഇത്തിരി ട്രിക്കിയാണ്. വാട്ട് ഈസ് കമ്പൈൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുക എന്താ? ഹയർ ഓഫ് കമ്പൈൻഡ് പ്രോഫിറ്റ് ഓഫ് ഓൾ സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ കമ്പൈൻഡ് ലോസ് ഓഫ് ഓൾ സെഗ്മെൻറ്റ്സ്. അതിങ്ങനെ കുറേ സെഗ്മെൻറ്റ്സ് തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇതെടുക്കുക. ഫോർ എക്സാമ്പിൾ ഇതാണ് മൊത്തം പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നത് എല്ലാത്തിൻ്റെയും. അങ്ങനെ ടോട്ടൽ ഉണ്ടാവും നമുക്ക്. പക്ഷേ ഇവിടെ നമ്മൾ കമ്പൈൻഡ് റിസൾട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കേണ്ടത് എല്ലാ പ്രോഫിറ്റ്സ് ഉള്ള സെഗ്മെൻറ്റ്സിന് സെപ്പറേറ്റ് എടുത്ത് ടോട്ടൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്ര വരും നോക്കുക, പിന്നെ ഈ ലോസിൻ്റെ ടോട്ടൽ എത്ര വരും നോക്കുക, അതിൻ്റെ ഏതാണോ ഹയർ അതെടുക്കുക. ഇപ്പോൾ ഈ ലോസിൻ്റെ എന്ന് പറയുമ്പോൾ 6800 വരും നമുക്ക്. 6800. പ്രോഫിറ്റിൻ്റെ ടോട്ടൽ വരുമ്പോൾ എത്ര വരും? 8280. വിച്ച് എവർ ഈസ് ഹയർ 8280. ഈ 820 നമ്മൾ ടോട്ടലായി എടുക്കുക. അതെടുത്തിട്ട് ഇതിൻ്റെ പെർസെൻറ്റേജ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ആബ്സല്യൂട്ട് ടേംസ് ആക്കുക. ഫോർ എക്സാമ്പിൾ 780 divided by 8280 is equal to 9.42. 1500 by 8280 8.11%. 2300 എടുക്കുമ്പോൾ ഇത് ആബ്സല്യൂട്ട് ടേംസ് എടുക്കുക. 2300 ഹോൾ ഡിവൈഡഡ് ബൈ 8280 അപ്പോൾ 27. 4500 ഡിവൈഡഡ് ബൈ 8280 അപ്പോൾ 54. പിന്നെ 6000 ഡിവൈഡഡ് ബൈ 8280 72.46%. അപ്പോൾ ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? B, C, D, E ഇതൊക്കെയാണ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് ആയിട്ട് വരിക. ഇതൊക്കെയാണ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ്. അതാണ് അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ സെക്കൻഡ് കണ്ടീഷനിൽ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10% ഓഫ് ദ കമ്പൈൻഡ് റിസൾട്ട് എന്ന് പറയുമ്പോൾ ഹയർ ഓഫ് കമ്പൈൻഡ് പ്രോഫിറ്റ് ഓഫ് ഓൾ സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ കമ്പൈൻഡ് ലോസ് ഓഫ് ഓൾ സെഗ്മെൻറ്റ്സ്. ഈ പെർസെൻറ്റേജ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ലോസിനെ ആബ്സല്യൂട്ട് ടേംസ് ആക്കുക. ഇവിടെ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ സെലക്ട് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കമ്പൈൻഡ് പ്രോഫിറ്റ് അതിൻ്റെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10%.
അടുത്തൊരു സെഗ്മെൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10% ഓഫ് ദ കമ്പൈൻഡ് അസറ്റ്സ് അങ്ങനെയാണെങ്കിൽ നമുക്ക് റിപ്പോർട്ടിംഗ് സെഗ്മെൻറ്റ്സ്. അപ്പോൾ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് ആണെങ്കിൽ എനി 3 കണ്ടീഷൻസ്. പിന്നെ ഫോർത്ത് ഒരു എക്സ്പ്ലിസിറ്റ് കണ്ടീഷൻ ഉണ്ട്. അതായത് എല്ലാ കണ്ടീഷൻ, ഈ 3 കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു, നമ്മുടെ ഈ ഫോർത്തും കൂടി ചെക്ക് ചെയ്യണം. ഈ ഫോർത്ത് കണ്ടീഷൻ്റെ പ്രത്യേകത എന്താ, നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത മുകളിൽ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ് സെലക്ട് ചെയ്തു. ആ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സിൻ്റെ എക്സ്റ്റേണൽ റിവ്യൂ, അതായത് എക്സ്റ്റേണൽ റവന്യൂ മാത്രം എടുക്കുക ആ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സിനെ. ആ എക്സ്റ്റേണൽ റവന്യൂ ഓഫ് ദി എബവ് ഐഡൻറ്റിഫൈഡ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ്, അതായത് മുകളിലത്തെ കണ്ടീഷൻ പ്രകാരം ഈസ് ലെസ് ദാൻ 75% ഓഫ് ദ ടോട്ടൽ എക്സ്റ്റേണൽ റവന്യൂ ഓഫ് ദ കമ്പനി ആസ് എ ഹോൾ. അങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ 75% ആണെങ്കിൽ നമ്മൾ വേറെ കുറേ ഐഡൻറ്റിഫൈ എഡീഷണൽ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെന്നിട്ട് ഇത്ര നാളെടുത്തത് എക്സ്റ്റേണൽ പ്ലസ് ഇൻറ്റേർണൽ റവന്യൂ ആയിരുന്നു. ഈ ഫോർത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ റവന്യൂ മാത്രം. അപ്പോൾ എക്സ്റ്റേണൽ റവന്യൂ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 75%, ലെസ് ദാൻ 75% ഓഫ് എക്സ്റ്റേണൽ റവന്യൂ ഓഫ് ദ കമ്പനി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഡീഷണൽ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് സെലക്ട് ചെയ്യണം വേണം. പിന്നെ വേറൊരു ഇതുണ്ട്, ഇഫ് എൻറ്റിറ്റി വാണ്ട്സ് ടു കൺസിഡർ എനി സെഗ്മെൻറ്റ് വിച്ച് ഡസ് നോട്ട് മീറ്റ് ദ എബവ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു, കമ്പനിക്ക് തോന്നണം അത് ഇമ്പോർട്ടൻ്റ് ആണ്, ദെൻ റിപ്പോർട്ടബിൾ ആക്കാം. അപ്പോൾ ഓൾ അതർ സെഗ്മെൻറ്റ്സ് ദാൻ റിപ്പോർട്ടബിൾ അല്ലാത്ത എല്ലാ സെഗ്മെൻറ്റ്സിനും നമ്മൾ എഗ്രിഗേറ്റ് ചെയ്തിട്ട് എന്ത് പറയും, അതർ സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ 3 ഇപ്പോൾ എല്ലാ കണ്ടീഷനും പറയുന്നുണ്ട്. അപ്പോൾ 8 സെഗ്മെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു, ABCDH ഇൻഫർമേഷൻ തന്നുണ്ട്. എക്സ്റ്റേണൽ സെയിൽസ്, ഇൻറ്റേർണൽ, ടോട്ടൽ റവന്യൂ, സെഗ്മെൻറ്റൽ പ്രോഫിറ്റ് ഓർ ലോസ്, സെഗ്മെൻറ്റ് അസറ്റ്സ്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കണ്ടീഷൻ ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ പ്ലസ് ഇൻറ്റേർണൽ, ഇത് മൊത്തത്തിനെയും ടോട്ടൽ എടുത്തിട്ട് എത്ര പെർസെൻറ്റേജാണെന്ന് പറയാം. അപ്പോൾ മൊത്തത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് 600 വരും. അതിൽ എത്ര പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ പ്ലസ് ഇൻറ്റേർണൽ 100. അപ്പോൾ ഈ ടോട്ടൽ റവന്യൂ ഈ ബേസ് എടുത്താൽ മതി. 100 ഡിവൈഡഡ് ബൈ 600 എന്ന് പറയുമ്പോൾ എത്രയാണ് 16.315 ഡിവൈഡഡ് ബൈ 600 52.5%. അങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ അതിൽ എക്സീഡിങ് എത്രയാണ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10%. 10% എന്ന് പറയുമ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ആയി. അപ്പം ഇവിടെ A and B ആർ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് ഫസ്റ്റ് കണ്ടീഷൻ പ്രകാരം. സെക്കൻഡ് കണ്ടീഷൻ പ്രോഫിറ്റ് ഓർ ലോസ് എടുക്കുമ്പോൾ കമ്പൈൻഡ് റിസൾട്ട് എടുക്കണം അല്ലേ. ഹയർ ഓഫ് കമ്പൈൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഹയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് 90 + 15 + 5, അത് മൊത്തം ടോട്ടൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ അത്, അല്ലെങ്കിൽ 5 + 15 + 8 + 5 + 7 അതിൻ്റെ ടോട്ടൽ. അപ്പോൾ ഏതാ ഹയർ വരാം, 90 + 5 + 5, അപ്പോൾ എത്രയാണ് 100. അപ്പോൾ 100 ടോട്ടൽ. ഹയർ ഓഫ്, ഇപ്പം നമുക്കിവിടെ ലോസിനെയാണ് ടോട്ടൽ വന്നത്, ലോസ് ആബ്സല്യൂട്ടായിട്ട് എടുത്താൽ മതി 100. ഇനി എല്ലാം ഡിവൈഡഡ് ബൈ 100. ഇപ്പോൾ 5 ഡിവൈഡഡ് ബൈ 100, 90 ഡിവൈഡഡ് ബൈ 100, അങ്ങനെ. അതാണ് സെക്കൻഡ് കണ്ടീഷൻ്റെ. അപ്പോൾ ടോട്ടൽ നമുക്ക് എന്തായാലും ഇപ്പോൾ ലോസിൻ്റെ ടോട്ടൽ 100 വന്നു. അപ്പോൾ കമ്പൈൻഡ് റിസൾട്ട് ഹയർ ഓഫ് ഇതാണ്. അപ്പോൾ ഹയർ ഓഫ് എന്ന് പറയുമ്പോൾ 100 സെലക്ട് ചെയ്തു. ഇനി എല്ലാ സെഗ്മെൻറ്റ്സിനെയും ഡിവൈഡ് ചെയ്യുക ബൈ 100. അപ്പോൾ എത്ര പെർസെൻറ്റേജ് വരും, 5%, 90%. ഡിവൈഡഡ് ബൈ 100 ആയ കാരണം നമുക്കെല്ലാം ഈ മുകളിലത്തെ പറഞ്ഞ എല്ലാ ഫിഗറും പെർസെൻറ്റേജ് ആയിട്ട് വരും. പക്ഷേ ഈ ലോസൊക്കെ ആബ്സല്യൂട്ട് ടേംസ് ആയി. അപ്പോൾ ഇത് 5 ആയി. 5, 90, 15, 5, 8. അപ്പോൾ ഗ്രേറ്റർ ദാൻ 10, ബിയും സിയും. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ പ്രകാരം നമുക്ക് B and C ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് B and C ആയി. തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റ് അസറ്റ്സിൻ്റെ ടോട്ടൽ വീണ്ടും 100 വരുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10% ആണ്. അപ്പോൾ 5, 15%, 47, 11. അപ്പോൾ ABD സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് ആയി, കോമൺ ഉള്ളത് BA. അപ്പോൾ എത്രയാണ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ABCD, ഈ കളർ ചെയ്തത് ഇതൊക്കെ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് ആയി. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം ഫോർത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ സെയിൽസ് ഓഫ് ABCD ടോട്ടൽ സെയിൽസിൻ്റെ 75, അറ്റ്ലീസ്റ്റ് ലെസ് ദാൻ 75% ആണെങ്കിൽ എഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ BCDയുടെ എക്സ്റ്റേണൽ സെയിൽസ് എടുത്തു, അതിൻ്റെ ടോട്ടൽ 280. ടോട്ടൽ എക്സ്റ്റേണൽ സെയിൽസിൻ്റെ മാത്രം ടോട്ടൽ എടുക്കുക. എക്സ്റ്റേണൽ സെയിൽസിൻ്റെ മാത്രം ടോട്ടൽ എത്ര വരുന്നത് 405.
ഇപ്പോൾ 405 എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ സെയിൽസ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ്? 69.74. അതായത് ലെസ് ദാൻ 75% നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇൻ ദ അബവ് സിനാരിയോ അഡീഷണൽ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് നീഡ് ടു ബി ഐഡൻറ്റിഫൈ ആസ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് ടിൽ 75% ഓഫ് ദ ടെസ്റ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ഈവൺ ഇഫ് ദോസ് സെഗ്മെൻറ്റ്സ് ഡു നോട്ട് സാറ്റിസ്ഫൈ ദ ക്വാണ്ടിറ്റേറ്റീവ് ത്രെഷോൾഡ് ലിമിറ്റ്സ്. അപ്പോൾ അടുത്ത കോൺസെപ്റ്റ് എന്നിട്ട് ഡിസ്ക്ലോഷർ ഓഫ് സെഗ്മെൻ്റൽ ഇൻഫർമേഷൻ എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്തു മുകളിലത്തെ കണ്ടീഷൻ പ്രകാരം 3 കണ്ടീഷൻ, എനി ഓഫ് ദ 3 കണ്ടീഷൻസ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ സെഗ്മെൻറ്റ് എ റിപ്പോർട്ടബിൾ, സെഗ്മെൻറ്റ് ബി റിപ്പോർട്ടബിൾ. റിപ്പോർട്ടബിൾ അല്ലാത്ത എല്ലാ സെഗ്മെൻറ്റ്സിലും നമ്മൾ എഗ്രിഗേറ്റ് ചെയ്ത് എന്ത് പറഞ്ഞു? അതർ സെഗ്മെൻറ്റ്സ് പറഞ്ഞു. പിന്നെ എന്നിട്ട് ടോട്ടൽ കോളം, അതായത് ഈ സെഗ്മെൻറ്റ്സിൻ്റെ ടോട്ടൽ കോളമാണ് ഉദ്ദേശിക്കുന്നത്, സെഗ്മെൻറ്റ്സിൻ്റെ മാത്രം ടോട്ടൽ. ഓക്കെ, അതായത് സെഗ്മെൻറ്റ് ബി, ബാക്കിയെല്ലാം ഇത് വന്നു. അപ്പോൾ മൊത്തം കമ്പനീൻ്റെ ഒരു ടോട്ടൽ. പിന്നെ എന്താ പറയുക? സെഗ്മെൻറ്റൽ റവന്യൂ. ഇതെങ്ങനെ കാണിക്കുക? ഫസ്റ്റ് സെഗ്മെൻറ്റൽ ഗ്രോസ് കാണിക്കണം, അതിൽ നിന്ന് GST കുറയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെഗ്മെൻറ്റൽ റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് നെറ്റ് ഫിഗർ വരും. അതിൽ ആഡ് അതർ ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പോൾ സെഗ്മെൻറ്റ്സിൻ്റെ ആഡ് ചെയ്തു, ടോട്ടൽ. അങ്ങനെ ടോട്ടൽ റവന്യൂ കിട്ടി. ടോട്ടൽ റവന്യൂ. അത് കഴിഞ്ഞിട്ട് എന്താ? സെഗ്മെൻറ്റ് എക്സ്പെൻസ് കുറച്ചു. അപ്പോൾ സെഗ്മെൻറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ സെഗ്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറയുന്നത് ഇത് ഉദ്ദേശിക്കുന്നത്. റിസൾട്ട്സ് ഇതെന്താ? ടോട്ടൽ റവന്യൂ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ ശേഷം ടോട്ടൽ റവന്യൂ എന്ന് എക്സ്പെൻസ് കുറച്ചപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടി, അതായത് റിസൾട്ട്സ്. അതിൽ നിന്ന് എന്താ നമ്മൾ അലക്കേറ്റ് ചെയ്യാത്തത്, നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റാത്തത് ടോട്ടലിൻ്റെ കോളത്തിൽ എഴുതുക. ഫോർ എക്സാമ്പിൾ, അൺഅലക്കേറ്റഡ് ഇൻകം നെറ്റ് ഓഫ് അൺഅലക്കേറ്റഡ് എക്സ്പെൻസസ്. ഇത് സ്പെസിഫിക് ക്വസ്റ്റൻ ഉണ്ട്, ക്വസ്റ്റൻ നമ്പർ 5. അത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത്? PBIT കിട്ടി, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് PBT കിട്ടി. അതിൽ നിന്ന് നമ്മൾ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ PAT കിട്ടി, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഓഫ് ദ എൻറ്റിറ്റി. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലേക്ക് നമ്മൾ റീകൺസൈൽ ചെയ്തു ശരിക്കും. സെഗ്മെൻറ്റൽ പ്രോഫിറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഓഫ് ദ എൻറ്റിറ്റി, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഓഫ് ദ ഹോൾ എൻറ്റിറ്റിയിലേക്ക് റീകൺസൈൽ ചെയ്തു. അതാണ് ഡിസ്ക്ലോഷർ. ഫസ്റ്റ് അപ്പോൾ സെഗ്മെൻറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. സെക്കൻഡ് സെഗ്മെൻറ്റ് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് സെഗ്മെൻറ്റ് അസറ്റ്സ് എഴുതി. അത് കഴിഞ്ഞിട്ട് സെഗ്മെൻറ്റ് അസറ്റ്സ് ആണ് എടുത്തത്, ടോട്ടൽ അസറ്റ്സിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ എന്നിട്ട് അൺഅലൊക്കേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അൺഅലൊക്കേറ്റഡ് അസറ്റ്സ് എഴുതി. പിന്നെ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൽ സെഗ്മെൻറ്റ് ലയബിലിറ്റീസ്. പിന്നെ എന്നിട്ട് അൺഅലൊക്കേറ്റഡ് ലയബിലിറ്റീസ്, ഷെയർ ക്യാപിറ്റൽ അലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ടോട്ടൽ കോളത്തിൽ എഴുതി 3. അങ്ങനെ നമ്മൾ എന്നിട്ട് ടോട്ടൽ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിലേക്ക് എത്തി. സെഗ്മെൻറ്റൽ ലയബിലിറ്റീസിൽ തുടങ്ങി ടോട്ടൽ ലയബിലിറ്റീസിലെത്തി. സെഗ്മെൻറ്റ് അസറ്റ്സിൽ നിന്ന് തുടങ്ങി ടോട്ടൽ അസറ്റ്സിലെത്തി. സെഗ്മെൻറ്റ് റവന്യൂന്ന് ടോട്ടൽ റവന്യൂവിലേക്ക് എത്തി. ടോട്ടൽ റവന്യൂന്ന് സെഗ്മെൻറ്റ് എക്സ്പെൻസ് കുറച്ചപ്പോൾ സെഗ്മെൻറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എത്തി. സെഗ്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറയും അതിന്. അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലോട്ട് എത്തി. അത് കഴിഞ്ഞിട്ട് ഇനി എന്നിട്ട് അതർ ഇൻഫർമേഷൻ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത്രയും ഇൻഫർമേഷൻ കൊടുത്തു എന്നിട്ട് റാവോജി എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് റവന്യൂ, പിന്നെ എന്നിട്ട് സെഗ്മെൻറ്റ് അസറ്റ്സ്, ഓപ്പറേറ്റിംഗ്, അതർ ഡിസ്ക്ലോഷേഴ്സ്, പിന്നെ ജോഗ്രഫിക്കൽ ഏരിയ. അപ്പോൾ അതർ ഡിസ്ക്ലോഷേഴ്സിൽ അല്ലെങ്കിൽ അതർ ഇൻഫർമേഷനിൽ എന്നിട്ട് അവരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ക്യാഷ് എക്സ്പെൻഡിച്ചർ ആയിരിക്കുന്നത്. ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചറാണ്. അതിൻ്റെ സെഗ്മെൻറ്റ് വൈസ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇത് അതേഴ്സ്, ഇതിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഡിപ്രിസിയേഷനും. അപ്പോൾ അതർ ഡിസ്ക്ലോഷറിൽ CD വരും, ക്യാപിറ്റലും ഡിപ്രിസിയേഷനും. ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ എന്താ പറയുക? ടോട്ടൽ റവന്യൂ, അസറ്റ്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ റവന്യൂ, അസറ്റ്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് ഹോം കറൻസിയിൽ എത്ര, റുപ്പീസിലെത്ര, ഫോറിൻ കറൻസി ഡോളേഴ്സിലെത്ര, അതിൻ്റെ ടോട്ടൽ. അത്രയാണ് എന്താ ഡിസ്ക്ലോഷേഴ്സ് വരുന്നത്. അത്രയാണ് ഡിസ്ക്ലോഷർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ ഈ ക്വസ്റ്റ്യൻ 5 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ടോട്ടൽ ഇതുണ്ട്, ടാക്സ്, നെറ്റ് ഓഫ് ടാക്സ്, അതർ ഓപ്പറേറ്റിംഗ് ഇൻകം, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെഗ്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ്. പിന്നെ അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അൺഅലൊക്കേറ്റഡ് ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജസ്, ഇൻകം ടാക്സ് അത് ടോട്ടലായിരിക്കും. അപ്പോൾ ഇത് P&L റിലേറ്റഡ് ഡാറ്റ, ഇത് അസറ്റ് റിലേറ്റഡ് ഡാറ്റ, ലയബിലിറ്റീസ്. ഡിപ്രിസിയേഷൻ അമൗണ്ടിൻ്റെ കോഡ്സ് ആൻഡ് അതേഴ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണമെന്നുണ്ട്, ഈ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഇൻഫർമേഷൻ. അതർ ഡിസ്ക്ലോഷേഴ്സിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഡിപ്രിസിയേഷൻ എക്സ്പെൻസസും, അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിപ്രിസിയേഷൻ നോക്കുന്നത്. ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇത് ആഫ്റ്റർ ഡിപ്രിസിയേഷനാണ് ഈ ഫിഗർ അറൈവ് ചെയ്ത് നോക്കുന്നത്. പിന്നെ റവന്യൂ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ, റവന്യൂ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ എത്ര, സെഗ്മെൻറ്റ് അസറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, ടോട്ടൽ റവന്യൂവിൽ ഇത്രയും ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ബാലൻസ് എന്തായിരിക്കും? ബാലൻസ് ഫ്രം ഇന്ത്യ ആയിരിക്കും. അത് റിപ്പോർട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കമ്പനീസ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് കംപ്രൈസ് ഓഫ് കോട്ടിങ്സ്, അതേഴ്സ്. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കി എഴുതി.
നമ്മുടെ എക്സ്റ്റേണൽ റവന്യൂ GST മൈനസ് ചെയ്ത് റവന്യൂ വന്നു, ടോട്ടൽ റവന്യൂ, അതർ ഓപ്പറേറ്റിംഗ് ഇൻകം, ടോട്ടൽ റവന്യൂ വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സെഗ്മെൻറ്റ് റിസൾട്ട്സ്, പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ഓർ ലോസ്, അത് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് അൺഅലൊക്കേറ്റഡ് ഇൻകം ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്നിട്ട് PBIT കിട്ടി. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കുറച്ചപ്പോൾ ഇൻട്രസ്റ്റ് പോയി, അപ്പോൾ PBT കിട്ടി. പിന്നെ എന്നിട്ട് PBT. അത് കഴിഞ്ഞിട്ട് ടാക്സസ് കുറച്ചു, കറണ്ട് ടാക്സസ്, ഡെഫേർഡ് ടാക്സസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. പിന്നെ അസറ്റ്സ്, അപ്പോൾ സെഗ്മെൻറ്റ് അസറ്റ്സിൽ നിന്ന് തുടങ്ങി ടോട്ടൽ അസറ്റ്സിലോട്ട് എത്തി. സെഗ്മെൻറ്റ് ലയബിലിറ്റീസിൽ നിന്ന് തുടങ്ങി ടോട്ടൽ ലയബിലിറ്റീസിലോട്ട് എത്തി. അതേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡിപ്രിസിയേഷൻ. പിന്നെ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ RAC, റവന്യൂ അസറ്റ്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇന്ത്യയിൽ എത്ര, ഔട്ട്സൈഡ് ഇന്ത്യ എത്ര, ടോട്ടൽ കൊടുത്തു. അത്രയേ ഉള്ളൂ ഡിസ്ക്ലോഷേഴ്സ് റിലേറ്റഡ് കമ്പനി. അപ്പോൾ ഡിസ്ക്ലോഷർ എന്ന് ചുരുക്കി പറഞ്ഞാൽ റാവുജി എന്ന് പറയുമ്പോൾ റവന്യൂ, അസറ്റ്സ്. എന്ന് പറയുമ്പോൾ അതർ ഇൻഫർമേഷൻ, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ. റവന്യൂവിൽ നമുക്കറിയാം, അസറ്റ്സ് നമ്മൾ പറഞ്ഞു, അതർ ഇൻഫർമേഷനിൽ എന്നിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഡിപ്രിസിയേഷനും. ജോഗ്രഫിക്കൽ ഇൻഫർമേഷനിൽ റവന്യൂ, അസറ്റ്സ്, പിന്നെ അതർ ഇൻഫർമേഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡിപ്രിസിയേഷൻ. അതെങ്ങനെ കൊടുക്കുക ജോഗ്രഫിക്കലിൽ, അതായത് ഹോം കറൻസി എത്ര, ഡോളറിൽ എത്ര. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ക്ലോഷേഴ്സ്. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ട്, ഇപ്പോൾ ഈ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഇതാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഹെഡിങ് എഴുതിയിരിക്കുന്നത്, ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് ആർ റിപ്പോർട്ടഡ് ഇൻ എ മാനർ ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഇന്റേണൽ റിപ്പോർട്ടിംഗ് പ്രൊവൈഡഡ് ടു CODM, ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ. ഇയാളെന്ന് പറയുന്നത് ഒരു സിംഗിൾ പേഴ്സൺ ആകാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ ബേസിസ് ഓഫ് സെഗ്മെൻറ്റേഷൻ, ദ കമ്പനി ഹാസ് ഫോളോയിങ് ബിസിനസ് സെഗ്മെൻറ്റ് വിച്ച് ആർ ഇറ്റ്സ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ്. ഇപ്പോൾ ആർ മാനേജ് സെപ്പറേറ്റ്ലി ബിക്കോസ് ദേ റിക്വയർ ഡിഫറെൻറ്റ് ടെക്നോളജി ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്സസ്. അങ്ങനെ ചോർച്ച് എഴുതി. ദ മെഷർമെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സെഗ്മെൻറ്റ്സ് ആർ കൺസിസ്റ്റൻറ്റ് വിത്ത് ദോസ് യൂസ്ഡ് ഇൻ സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ്. അത് കഴിഞ്ഞിട്ട് ഇത് ടോട്ടൽ കൊടുത്തു. സെഗ്മെൻറ്റ് റവന്യൂ, സെഗ്മെൻറ്റ് റിസൾട്ട്സ്, പ്രോഫിറ്റ് ഓർ ലോസ്, വേറൊരു ഡീറ്റെയിൽസ് കൊടുത്തു. സ്പെസിഫൈഡ് എമൗണ്ട്സ്, ഇത് യൂണീക്ക്, സ്പെസിഫിക് ഡീറ്റെയിൽസ് കൊടുത്തു. അത് കഴിഞ്ഞാൽ റിക്കൺസിലേഷൻ ഓഫ് ദ സെഗ്മെൻറ്റ് റിസൾട്ട്സ് എന്ന ഈ മുകളിലത്തെ ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതി. വിത്ത് ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇനി ഇത്രയും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതർ ഇൻഫർമേഷനിൽ ഇപ്പം എന്നിട്ട് അസറ്റ്സിന് അലൊക്കേറ്റ് ചെയ്തു, ലയബിലിറ്റീസിന് ടോട്ടൽ ലയബിലിറ്റീസ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ. എത്രയും അതാണ് ഡിസ്ക്ലോഷേഴ്സ്. പിന്നെ ഇതിൽ വേറൊരു യൂണീക്ക് വന്നിട്ട് റിക്കൺസിലേഷൻ ബിറ്റ്വീൻ സെഗ്മെൻറ്റ് റവന്യൂ ആൻഡ് റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ്, RFCC. അതൊരു യൂണീക്ക് കേസാണ്. ഇത്രയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ വരണത്. പിന്നെ ഒരു എക്സാമ്പിൾ ഉള്ളത് വന്നിട്ട് മഹേന്ദ്രയുടെ, അതാകുമ്പോൾ കുറേ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഇത്രയധികം റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ ടോട്ടൽ റവന്യൂ. ഇതിപ്പോൾ മോർ ദാൻ 75% കൊടുക്കും എല്ലാത്തിൻ്റെയും, 84% സംതിങ് വരും. അപ്പോൾ ഇത്രയും മതി. പിന്നെ അതേഴ്സ് കൊടുത്തു, റിസൾട്ട്സ്, ടോട്ടൽ റവന്യൂ കഴിഞ്ഞാൽ റിസൾട്ട്സ്, പിന്നെ റീകൺസിലേഷൻ വിത്ത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അത്രയേ ഉള്ളൂ. പിന്നെ സെഗ്മെൻ്റൽ ഇൻഫർമേഷൻ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റീകൺസൈൽ ചെയ്തത്. പിന്നെ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ ഇന്ത്യ, ഓവർസീസ് അങ്ങനെ കൊടുത്തു.